ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് പരിപാലിച്ച് നയിച്ചുകൊണ്ടിരിക്കുന്ന സർവശക്തനായ ദൈവത്തിന് മഹത്വമുണ്ടാവട്ടെ. ദൈവം സ്വന്തം ചായൽ സൃഷ്ടിച്ച് പരിപാലിച്ച് രക്ഷയുടെ അനുഭവത്തിലൂടെ നയിച്ചുകൊണ്ടിരിക്കുന്ന സകല വിശ്വാസികളും ഈ വചനം കേട്ട് അനുഗ്രഹിക്കപ്പെടട്ടെ. സത്യം ഗ്രഹിക്കുവാനുള്ള കൃപാവരങ്ങൾ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സോളെ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എന്ന് എല്ലാവരും പങ്കുവെച്ചു കൊടുക്കുക. അങ്ങനെ ഒരാത്മാവെങ്കിലും നമ്മളിലൂടെ നമ്മുടെ ഈ ചെറിയ എളിയ ശുശ്രൂഷയിലൂടെ രക്ഷ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുകയും അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. സഹോദരങ്ങളെ, യെശയ്യാ 22-ാം അധ്യായത്തിൻ്റെ 22 നമ്മൾ കാണുകയാണ്, ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ ഞാൻ അവന് കൊടുക്കും. സോളെ, ഇതൊരു വലിയ അധികാരമാണ് ഈ യെശയ്യാ പ്രവചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാനോ അവൻ അടച്ചാൽ ആർക്കും തുറക്കാനോ പറ്റുകയില്ല. ഇപ്രകാരമുള്ള ഒരു താക്കോലിനെ കുറിച്ചാണ് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചിരിക്കുന്നത്. ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ ഞാൻ അവന് കൊടുക്കും, അവൻ അടച്ചാൽ ആർക്കും തുറക്കാനോ തുറന്നാൽ ആർക്കും അടയ്ക്കാനോ പറ്റില്ല. ഇപ്രകാരമുള്ള ഒരു താക്കോലിനെ കുറിച്ച് പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7-ാം തിരുവചനത്തിൽ അവൻ അടച്ചാൽ ആർക്കും തുറക്കാനോ അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാനോ പറ്റുകയില്ല. അതിന് തൊട്ടു മുൻപ് പറയുന്നത്, ഇതാ ഞാനൊരു തുറന്ന വാതിൽ കണ്ടു. തുറന്ന വാതിൽ കണ്ട യോഹന്നാൻ ശ്ലീഹ തനിക്ക് ലഭിക്കുന്ന വെളിപാടിലാണ് ഈ ദർശനങ്ങൾ ലഭിക്കുന്നത്. അപ്പോഴാണ് കാണുന്നത്, അവൻ അടച്ചാൽ ആർക്കും തുറക്കാനോ അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാനോ പറ്റില്ലാത്ത ഒരു തുറന്ന വാതിൽ ഞാൻ കണ്ടു. സഹോദരങ്ങളെ, സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു വാതിലാണ് വെളിപാട് പുസ്തകത്തിലൂടെ കാണുന്നത്. യേശുവിൻ്റെ ഇഹലോകവാസകാലത്ത് താൻ മരണം വരിക്കുന്നതിന് തൊട്ട് മുൻപ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 18-ഉം 19-ഉം തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അത് പത്രോസ്ലിഹായോട് പറയുകയാണ്, ഞാൻ എൻ്റെ സഭ നിന്നിൽ ഞാൻ സ്ഥാപിക്കും. അതിനുശേഷം 16-19 കർത്താവ് പറയുകയാണ്, സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക് നൽകും. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ കർത്താവ് ഒരേ ഒരു അപ്പസ്തലനെ നൽകിയിട്ടുള്ളത്. അത് അപ്പസ്തല പ്രമുഖനായി കർത്താവ് തിരഞ്ഞെടുത്ത പത്രോസ്ലിഹായ്ക്കാണ്. ഈ പത്രോസ്ലിഹായുടെ 267-ാമത്തെ പിൻഗാമിയാണ് ഇന്ന് കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനായ ലയോ 14 മാർപ്പാപ്പ. എന്നെ ശ്രമിക്കുന്ന സഹോദരങ്ങളെ, പത്രോസ്ലിഹായിലൂടെ സഭയ്ക്കും സഭ അധികാരികൾക്കും നൽകിയത് സ്വർഗരാജ്യത്തിൻ്റെ താക്കോലാണ്. അതായത് മനുഷ്യരോട് സുവിശേഷം പ്രസംഗിച്ച് മാമോദീസ നൽകി പാപമോചനം നൽകി അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി സ്വർഗത്തിൻ്റെ താക്കോലുകൾ നൽകിയതാണ് പത്രോസ്ലിഹായ്ക്കും തൻ്റെ പിൻഗാമികൾക്കും. പുതിയ നിയമത്തിൽ വെളിപാട് പുസ്തകത്തിൽ വീണ്ടും കാണുകയാണ്, 1-ാം അധ്യായത്തിൻ്റെ 18-ാം തിരുവചനത്തിൽ കാണുകയാണ്, ഇതാ മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ കൈവശമുള്ളവൻ അരുളി ചെയ്യുന്നു. സഹോദരങ്ങളെ, വെളിപാട് പുസ്തകം യോഹന്നാന് കിട്ടുന്ന വെളിപാടാണ്. അപ്പോൾ ദൈവമായ കർത്താവ് പറയുകയാണ്, മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ എൻ്റെ കൈവശമാണുള്ളത്. മരണത്തിൻ്റെയോ നരകത്തിൻ്റെയോ താക്കോലുകൾ ഒരു മനുഷ്യൻ്റെയും കയ്യിൽ ദൈവമായ കർത്താവ് നൽകിയിട്ടില്ല. പത്രോസ്ലിഹായ്ക്ക് നൽകിയത് സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകളാണ്. അതായത് ഒരു മനുഷ്യനെയും വിധിക്കുവാനോ ശിക്ഷിക്കുവാനോ നരകസന്തതിയാക്കുവാനോ ഉള്ള ഒരധികാരവും ഒരു മനുഷ്യനും ദൈവമായ കർത്താവ് നൽകിയിട്ടില്ല. ആ മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ കൈവശമുള്ളത് കർത്താവായ യേശുവിൻ്റെ കരങ്ങളിലാണ്. സഹോദരങ്ങളെ, ലൂക്കാ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 52-ാം തിരുവചനത്തിൽ കർത്താവായ യേശു പറയുകയാണ്, നിയമജ്ഞരെ നിങ്ങൾക്ക് ദുരിതം. നിയമജ്ഞരെ നിങ്ങൾക്ക് ദുരിതം. എന്തെന്നാൽ വിജ്ഞാനത്തിൻ്റെ താക്കോലുകൾ നിങ്ങൾ കരസ്ഥമാക്കിയിരിക്കുന്നു. വിജ്ഞാനത്തിൻ്റെ താക്കോൽ നിങ്ങൾ കരസ്ഥമാക്കിയിരിക്കുന്നു. ഈ ലോകത്തിൻ്റെതായ അറിവുകൾ സ്വന്തമാക്കി, ലോകത്തിൻ്റെ അറിവുകൾ സ്വന്തമാക്കി മറ്റുള്ളവരെ വിധിക്കുന്ന, മറ്റുള്ളവരെ പുച്ഛിക്കുന്ന, മറ്റുള്ളവരെ പരിഹസിക്കുന്ന, ഞാൻ ഉന്നത കുലജാതനാണെന്നൊക്കെ സ്വയം അഹങ്കരിച്ചിരുന്ന എല്ലാ അറിവുകളും നേടിയ നിയമജ്ഞരെ കുറിച്ച് പറയുന്നു, നിയമജ്ഞരെ നിങ്ങൾക്ക് ദുരിതം. എന്തെന്നാൽ വിജ്ഞാനത്തിൻ്റെ താക്കോൽ, ഈ ലോകത്തിൻ്റെ സകല അറിവുകളും നിങ്ങൾ നേടി, ഈ ലോകത്തിൻ്റെ സകല മ്ലേച്ഛതകളും നിങ്ങൾ നേടി, ഈ ലോകത്തെക്കുറിച്ചുള്ള സകല അറിവുകളും കാഴ്ചകളും നിങ്ങൾക്ക് ലഭിച്ചു.
അതുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിലേക്ക് കയറുവാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. കാരണം നിങ്ങൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. സഹോദര സഹോദരി, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരണമെങ്കിൽ നമ്മുടെ ബുദ്ധിയെല്ലാം മറിച്ച് എളിമ ആവശ്യമാണ്, വിശ്വാസം ആവശ്യമാണ്, അനുതാപം ആവശ്യമാണ്. ഇതൊന്നുമില്ലാതെ ലോകത്തിൻ്റെ അറിവുകളും പേറി നടക്കുന്ന ഒരുപാട് നിയമജ്ഞരിന്ന് ലോകത്തിലുണ്ട്. നമ്മുടെ ചുറ്റും കാണാൻ പറ്റും. എനിക്കെല്ലാം അറിയാമെന്ന ഒരു അഹങ്കാര ചിന്തകൾ. മതത്തെക്കുറിച്ചറിയാം, ദൈവത്തെക്കുറിച്ചറിയാം, മതങ്ങളെക്കുറിച്ചറിയാം, രാഷ്ട്രീയക്കാരെക്കുറിച്ചറിയാം, രാജ്യത്തിൻ്റെ പീനൽ കോഡ് നിയമങ്ങൾ എനിക്കറിയാം, കോടതിയെ എനിക്കറിയാം, പോലീസിനെ എനിക്കറിയാം, മന്ത്രിമാരെ എനിക്കറിയാം. ഇങ്ങനെ ലൗകികമായ ചിന്തകൾ ചിന്തിക്കുകയും വിജ്ഞാനത്തിൻ്റെ താക്കോലുകൾ കരസ്ഥമാക്കിയ നിയമജ്ഞരുടെ മനോഭാവമുള്ള അനേകം വ്യക്തികളെ നമുക്ക് ചുറ്റും കാണുവാൻ സാധിക്കും. അവർക്ക് ദൈവമെന്ന് പറയുന്നത് വെറുമൊരു മിഥ്യയാണ്. ദൈവമെന്നത് വെറുമൊരു സാങ്കല്പികമാണ്. ദൈവമെന്ന ഒന്നൊന്നില്ല എന്ന ഒരു ചിന്തയിലേക്കാണ് ഇന്ന് ഈ നിയമജ്ഞരുടെ മനോഭാവമുള്ള അനേകം വ്യക്തികൾ സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറയുകയും അനേകം യുവതലമുറകളെ പോലും ദൈവം ആരാണെന്നറിയാത്ത, ദൈവത്തെ അന്വേഷിക്കാത്ത, വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കാത്ത, ഈ ലോകത്തിൻ്റെ മ്ലേച്ഛതകളിൽ ആവേശത്തോടെ മുഴുകുവാൻ ആഗ്രഹിക്കുന്ന യുവതലമുറയെ പോലും ഇപ്രകാരമുള്ള വിജ്ഞാനത്തിൻ്റെ താക്കോലുകൾ കരസ്ഥമാക്കിയ, ലോകത്തിൻ്റെതായ ചില അറിവുകൾ കരസ്ഥമാക്കിയ അനേകം വ്യക്തികൾ ഇന്ന് മോഹന വാഗ്ദാനങ്ങളിലൂടെ, നുണക്കഥകളിലൂടെ അനേകം യുവജനങ്ങളെപ്പോലും വഴിതെറ്റിച്ച് അവരെ മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റു മോശപ്പെട്ട അശുദ്ധ പാപങ്ങൾക്കും അടിമകളാക്കി, പൈശാചിക നിയമങ്ങൾക്ക് അടിമകളാക്കി, ദൈവത്തിൽ നിന്നകറ്റി നിത്യ നരക സന്തതിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. സഹോദരരെ, കർത്താവ് പറയുകയാണ്, സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമാണ്. സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമാണ്. ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു. കർത്താവ് പറഞ്ഞ വചനങ്ങൾ അനുസരിച്ചുകൊണ്ട് എളിമയോടും വിശുദ്ധിയോടും കൂടെ ജീവിച്ച് പ്രാർത്ഥനാ ജീവിതം നയിച്ച് കർത്താവിൻ്റെ ആത്മാവ് എന്നിൽ നിന്ന് എടുത്തു കളയരുതേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച്, കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് ദൈവവചനങ്ങൾ അനുസരിച്ചുകൊണ്ട്, ദൈവവചനത്തിലും ജീവനുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ വചനങ്ങൾ അനുസരിച്ച് സ്വർഗത്തിൻ്റെ താക്കോലുകൾ കൈവശമുള്ള പത്രോസ്ലിഹായുടെ പിൻഗാമിയായി ഈ ഭൂമിയിൽ ജീവിച്ച് സ്വർഗം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ഒരുപാട് മക്കൾ ഭൂമിയിലുണ്ട്. എന്നാൽ ഇതിന് എതിരാണ് ഇന്ന് അനേകം വ്യക്തികൾ. ഈ വിജ്ഞാനത്തിൻ്റെ താക്കോലുകൾ കരസ്ഥമാക്കിയ നിയമജ്ഞ മനോഭാവമുള്ള അനേകം വ്യക്തികൾ, ദൈവനിഷേധികൾ, നിരീശ്വരവാദികൾ, വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന പല വ്യക്തികളും ഇന്ന് ദൈവ നിന്ദകൾ പ്രചരിപ്പിക്കുകയും ദൈവവിരുദ്ധമായ നിലപാടെടുക്കുകയും ചെയ്യുന്ന ഒരുപാട് വ്യക്തികളെ നമുക്ക് സമൂഹത്തിൽ കാണുവാൻ സാധിക്കും. സൗളെ, നമ്മൾ വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 1-ാം വചനത്തിൽ നമ്മൾ കാണുന്നത് ഒരു ദൂതനെ കാണുകയാണ്. ആ ദൂതൻ്റെ കയ്യിൽ പാതാളത്തിൻ്റെ താക്കോലും വലിയ ചങ്ങലയുമുണ്ട്. ദൂതൻ്റെ കയ്യിലുള്ളത് പാതാളത്തിൻ്റെ താക്കോലും വലിയ ചങ്ങലയുമാണ്. അത് അപ്പസ്തലനായ പത്രോസ്ലിഹായ്ക്കോ മറ്റപ്പസ്തലന്മാർക്കോ ആർക്കും കർത്താവ് നൽകിയിട്ടില്ല. മരണത്തിൻ്റെയോ നരകത്തിൻ്റെയോ പാതാളത്തിൻ്റെയോ താക്കോലുകൾ ഒരു മനുഷ്യൻ്റെ കയ്യിലും നൽകിയിട്ടില്ല. ഇതാ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്ന ഒരു ദൂതൻ, അവൻ്റെ കയ്യിൽ പാതാളത്തിൻ്റെ താക്കോലും ഒരു വലിയ ചങ്ങലയുമുണ്ട്. 1000 വർഷത്തേക്ക് പിശാചിനെ ബന്ധിക്കുവാനുള്ള ചങ്ങല, 1000 വർഷത്തേക്ക് ചങ്ങലയാൽ ബന്ധിച്ച് പാതാളവാതിൽ അടയ്ക്കാനുള്ള താക്കോൽ ഇതാ ദൈവദൂതൻ്റെ കയ്യിലാണുള്ളത്. സഹോദര സഹോദരി, ലോകാവസാനത്തിന് മുൻപ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികൾക്കും ആത്മാക്കളെ രക്ഷിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുവാനും അങ്ങനെ നമ്മൾ സ്വയം രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനുമുള്ള വലിയ അനുവാദവും അവസരവുമാണ് ദൈവമായ കർത്താവ് ഈ വചനങ്ങളിലൂടെ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇതാ പത്രോസ്ലിഹായോട് പറയുകയാണ്, സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ നൽകും. ആ വിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, പത്രോസ്ലിഹായുടെ സിംഹാസനത്തോട് വിധേയപ്പെട്ട് മറ്റാത്മാക്കളെ രക്ഷിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, അനേകം ആത്മാക്കളെ രക്ഷിച്ച് സ്വർഗത്തിൽ എത്തിക്കുവാൻ ശ്രമിക്കുമ്പോൾ, നമ്മുടെ ആത്മാക്കളും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന് സ്വർഗരാജ്യത്തിന് അവകാശികളായി മാറുകയാണ്. എന്നെ ശ്രമിക്കുന്ന എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. സഭയ്ക്ക് വിധേയപ്പെട്ട്, സഭാ നിയമങ്ങൾക്ക് വിധേയപ്പെട്ട് നമുക്ക് ജീവിച്ചുകൊണ്ട് സ്വർഗം പുൽകുവാൻ നമുക്ക് അതിയായി ആഗ്രഹിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.